മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ അവളോട് പറയുന്നു. ഇന്നലെ രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു, നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോടു കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി. ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചിട്ടില്ല. കാരണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്, ഏതോ ഒരു പെണ്ണ് ഇരയാണ്. ഇപ്പോൾ അവൾ കഴിഞ്ഞു, ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും. അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷേ മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ അവളോട് പറയുന്നു. ഞാൻ രാവിലെ അദ്ദേഹത്തിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന UDFൻ്റെ കൺവീനർ UDF ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത്? അതായത് അവർ ഒരു പക്ഷേ UDF ഭരണത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലൊരു ആവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് UDF ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് UDFൻ്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് KPCC അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ്, സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്? ആരും ഉയർത്തിയില്ല. ഇവിടെ വലിയ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി, അവരാരും അവളെ കാണാനും പോയിട്ടില്ല. അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മളിപ്പോൾ അങ്ങേയറ്റ സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷെ അത് വളരെ ദയനീയമാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ വിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും വേട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. അതെ, അത് അങ്ങനെ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എൻ്റെ സുഹൃത്താണ്. വളരെ വർഷം എനിക്ക് ആ കുട്ടിയെ പരിചയമൊന്നുമില്ല. ആ കുട്ടിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അയാൾ എൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം.